നിങ്ങളും കാലത്തിന്റെ യാത്രയിൽ ഏതെങ്കിലുമൊക്കെ കാലത്തിന്റെ ചവിട്ടുകൊട്ടകളിൽ പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചലിന് അനിവാര്യമായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഉയർത്തുന്ന ഈ സന്ദേശത്തിന്റെ കാതലായ മുഖ്യമായ ഒരു അനുഗ്രഹീതമായ ഗ്രന്ഥമുണ്ട്. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര്? വിശുദ്ധ വേദപുസ്തകം എന്നാണ്. കാലം പുരോഗമിച്ച അജയ്യമായി ഇന്നും കാലത്തിന്റെ ജൈത്രയാത്രയിൽ ഇന്നും അനുഗ്രഹീതമായി തുടരുന്ന ഒരു പുണ്യഗ്രന്ഥമുണ്ടെങ്കിൽ അങ്ങനെ ഒരു തിരുത്തലും ആ ഗ്രന്ഥത്തിന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മാനവജാതി ഒന്നടങ്കം തിരുത്തിക്കൊണ്ട് ഇന്ന് ഉലകത്തിന്റെ നിറകിൽ ജൈത്രയാത്ര തുടരുന്ന കരുത്തുറ്റ സന്ദേശമാണ് സുവിശേഷത്തിന്റെ മഹത്തായ സന്ദേശം എന്നുള്ളത്. എന്റെ മാന്യമിത്രങ്ങളെ, ഈ ലോകത്തിന്റെ കാലവിഗതികൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുതര ലഹരി മാഫിയകളുടെ വലയത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ടൊരു തലമുറ ഇവിടെ അന്യാധീനപ്പെടുകയാണ്. അക്രമരാഷ്ട്രീയങ്ങൾ, അനാഥത്വം പേറുന്ന എത്രയെത്ര സന്ദർഭങ്ങളാണ്. ജന്മം നൽകിയ പിതാവിന്റെ മുഖത്ത് തൊടിക്കാൻ മടിയില്ലാത്ത മകന്റെ വല്ലാത്ത ദുരാനുഭവങ്ങളുടെ കാലം പേറുകയാണ്. ജന്മം നൽകിയ നൊന്തു പ്രസവിച്ച മാതാവിന്റെ വയറ്റത്തിൽ ചവിട്ടി പറിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു മക്കൾ ഇവിടെ ഉടലെടുക്കുന്നു എന്നത് എത്രയോ ഖേദകരമായ സത്യമാണ്. ഇങ്ങനെ അനുദിന പത്രമാധ്യമങ്ങൾ ആകമാനം പരിശോധിച്ച് അക്രമങ്ങളുടെ അനീതികളുടെ കറപുരണ്ട പത്രവാർത്തകൾ കൊണ്ട് നമ്മുടെ വാർത്താ പേജുകൾ ഇങ്ങനെ ചോരക്കളമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ പാപത്തിന്റെ വിഷലിപ്തമായ അനുഭവത്തിൽ കൂടി മനുഷ്യൻ മുമ്പോട്ട് ഗമിക്കുമ്പോൾ, എന്റെ ശ്രോതാക്കളെ, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു പൂർണ്ണികമായ കാരണമുണ്ട്. ഞാൻ അവിടേക്ക് വേഗത്തിൽ വരാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ശ്രോതാക്കളെ, മയക്കുമരുന്നും മദ്യവും ലഹരികളൊന്നും മനുഷ്യന് രക്ഷ നൽകുന്നില്ല. പണ്ടേ കാലത്ത് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ അവരുടെ മനസ്സിൽ ആവോളം ഉൾക്കൊള്ളുന്ന ഒരാശയ സംഹിതി ഉണ്ടായിരുന്നു. എന്റെ മക്കൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്താണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ സ്കൂളിൽ പഠിക്കാൻ മക്കളെ വിടുമ്പോൾ മാതാപിതാക്കളുടെ ഒരു ഉറപ്പുണ്ട്. എന്തോ ഒരു ധൈര്യമാണ്. പല മാതാപിതാക്കളും പറയാറുണ്ട്, വീട്ടിലിരുന്നാൽ അവൻ ആകപ്പാടെ കുഴപ്പാടാണ്, സ്കൂളിൽ വിടുമ്പോഴാണ് ഞങ്ങൾക്കൊരു ആശ്വാസം എന്നാണ്. അങ്ങനെ പറഞ്ഞ് അമ്മമാരുടെയും പിതാക്കന്മാരുടെയും നാം ഇന്ന് തിരിച്ചു പറയാൻ തുടങ്ങി. അയ്യോ, പോയി കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നവർ ഞങ്ങൾക്ക് പേടിയാണ്. എന്താണ് പേടി? കൂടെ പഠിക്കുന്ന കൂട്ടുകാരന്റെ കഴുത്തിൽ കടാറ് കുത്തിയിറക്കാൻ മടിയില്ലാത്തൊരു തലമുറയുടെ സംജാതമാകുന്നു. മയക്കുമരുന്നിന്റെ മദ്യലഹരിയുടെ ആസക്തി കൊണ്ടുകൊണ്ട് എന്ത് വിളയാട്ടം നടത്താൻ കഴിയുമെന്ന് വല്ലാത്തൊരിടമായി നമ്മുടെ കലാലയവും കോളേജ് ക്യാമ്പസും ഒക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ കഴിയുമോ? ഏഴേഴ് ഉറപ്പോടെ ഞങ്ങൾ ഈ കൂവപ്പള്ളിയുടെ മണ്ണിലും പറയട്ടെ, ഞങ്ങളുടെ എല്ലാം ഭൂതകാലത്ത് ആർക്കും വേണ്ടാത്തത് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥാവിശേഷങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നാട്ടിൽ ഉത്തമ പൗരനായി, കുടുംബത്തിൽ കൊള്ളാകുന്ന ഒരു കുടുംബസ്ഥനായി, സമൂഹത്തിൽ കൊള്ളാകുന്ന സഹോദരി ബന്ധമുള്ളവനാക്കി ഞങ്ങളെ തീർച്ച കരുത്തുറ്റ സന്ദേശം ഞങ്ങൾ കൂവപ്പള്ളിയിൽ ആവേശത്തോടെ ഉയർത്തുന്നു. അത് സുവിശേഷത്തിന്റെ കരുത്തുറ്റ സന്ദേശമാണ്. അങ്ങനെ എന്റെ മാന്യ ശ്രോതാക്കളെ, ജീവിതം അപ്പാടെ തകർന്നുകൊണ്ട് മാനവിക സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിറന്നു വീണ ആർക്കും ഇതിനൊന്നും മാറ്റം വരുത്താൻ കഴിയുന്നില്ലേ? ഇല്ല എന്ന് പറയാ. ഈ ലോകം അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. 1992 ആണ്ട് കൊല്ലം ജില്ല എന്ന മനോഹരമായ ജില്ലയിൽ അങ്ങ് കരുനാഗപ്പള്ളി എന്ന താലൂക്കിൽ ആലപ്പാട് എന്ന ഗ്രാമപഞ്ചായത്തിൽ ഒരു സംഭവം നടക്കുകയുണ്ടായി. എന്താണ്? മാലിന്യ പ്രശ്നം അവിടെ ഉണ്ടായപ്പോൾ അഴീക്കൽ മുതൽ പണ്ടാരത്തുരുത്ത് വരെ ഒരു ജലജാഥ നയിക്കുകയുണ്ടായി. അന്ന് ഇഞ്ചക്കാട് ബാലചന്ദ്രനാണ് ആ ജാഥയുടെ ക്യാപ്റ്റനായി നിൽക്കുന്നത്. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മനോഗ്രഹീതനായ കവിതാ സമാഹാരകൻ കൂടിയാണ്. താനെന്ന് എഴുതി പിടിപ്പിച്ചു. ആ കവിത ഈ കേരളം എന്ന് മാത്രമല്ല, ഭാരത വ്യാപകമല്ല, ആഗോള വ്യാപകമായി പ്രസിദ്ധി കൊണ്ടൊരു ഗാനമായിരുന്നു. ആ ഗാനം ഇങ്ങനെയാണ്: ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായ ഒരു ഭൂമിയും എന്നാണ് അവിടെ ഇങ്ങനെയാണ് ഉദ്ധരിക്കുന്നത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ എന്ന്. എന്താണ് താൻ ചോദിച്ച കവിതയുടെ ഉള്ളടക്കമെന്ന് ചോദിച്ചാൽ, മലിനങ്ങൾ കൊണ്ടും മാലിന്യങ്ങൾ കൊണ്ടും നമ്മുടെ നാട് നിറയുമ്പോൾ ഇവിടെ ഒരു തലമുറയ്ക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ആവലാതിയും വിഷവുമാണ് തനിക്ക് ആ കവിത എഴുതാൻ കരുത്തായതെങ്കിൽ, ഞങ്ങൾ കൂവപ്പള്ളി ദേശത്ത് വന്നു നിൽക്കുന്ന ഒരു കവിത പറഞ്ഞിട്ട് പോകാനല്ല, ഒരു സന്ദേശം പറയാനാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന, നരാധമത്വം പേറുന്ന വിവിധ സംഭവങ്ങൾ കൂട്ടിക്കൂട്ടുന്ന എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ അരങ്ങു നിൽക്കുമ്പോൾ, ഇനി ഒരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അരക്ഷിതാവസ്ഥ നമ്മുടെ നാട്ടിൽ ഉടലെടുക്കുമ്പോൾ, ആ ഉടലെടുക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു സ്നേഹത്തിന്റെ സന്ദേശം പറയുക, നിങ്ങളോടൊരു സാഹോദര്യത്തിന്റെ സന്ദേശം പറയുക, നിങ്ങളോടൊരു സമത്വത്തിന്റെ സന്ദേശം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഏതാണ് സന്ദേശം? അത് സുവിശേഷത്തിന്റെ സന്ദേശമാണ്. ഒരുപക്ഷെ ഈ സന്ദേശങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വിഷമങ്ങൾ സൃഷ്ടിച്ചേക്ക്, ഒരുപക്ഷെ ഈ സന്ദേശങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പുലമ്പം പറയാൻ, എന്തെങ്കിലുമൊക്കെ ആവതുണ്ടാക്കി
ഉണ്ടായേക്കാം. പക്ഷെ ഒരു കാര്യം പറയാ, ഇന്ന് നാട്ടിൽ നടക്കുന്ന ഏത് അരാജക അവസ്ഥയ്ക്കും മാറ്റം വരുത്താൻ കഴിയുന്നത് സുവിശേഷത്തിന്റെ സന്ദേശമാണ്. ഞങ്ങൾ മാവേലിക്കരയിൽ കഴിഞ്ഞിടയ്ക്ക് പ്രഭാഷണത്തിന്റെ ഭാഗമായി എത്തിയപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ എക്സൈസ് വകുപ്പിന്റെ മേധാവിയാണ് എത്തപ്പെട്ടത്. അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങളെപ്പോലെയുള്ള സേവനം നാടിനെ ഏറെ മനോഹരമാണെന്ന്. അങ്ങനെ ഇവിടെ ആളുകൾ വിവിധ ആളുകൾ ഇതിനെപ്പറ്റി എത്ര കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ കേരളത്തിന്റെ അങ്ങ് തെക്കൻ ജില്ല മുതൽ വടക്കൻ ജില്ല വരെയുള്ള വിവിധ ഇടങ്ങളിൽ ഞങ്ങൾ ഈ സന്ദേശത്തിന്റെ വാഹകരായി എത്തപ്പെടാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ് ഞങ്ങൾക്ക് വീണ്ടും പ്രസംഗിക്കാൻ ആവേശം കൊണ്ടത്. എത്ര മാതാപിതാക്കൾ കണ്ണീരണിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വരാറുണ്ട്. പ്രാർത്ഥിക്കണം, എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നന്നായി പഠിച്ച് ഉന്നത ജോലി നേടി ഉന്നത വിദ്യാഭ്യാസം നേടി ഞങ്ങളുടെ കുടുംബം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് അവനെ വിദ്യാഭ്യാസത്തിന് വിട്ടത്. പക്ഷേ വിദ്യാഭ്യാസ കലാലയത്തിൽ എത്തപ്പെട്ടപ്പോൾ ആ നാട്ടിൽ അവിടെ കലാലയത്തിലുണ്ടായ മാഫിയകൾക്ക്, ലഹരി മാഫിയകൾക്ക് പിടിപെട്ടുകൊണ്ട് അവൻ മൃഗത്തെ പോലെ അലപ്പതിച്ചിരിക്കുന്നു എന്ന് എത്ര ആളുകൾ പറയുന്നു. കൊല്ലമാശ്രമം മൈതാനത്ത് ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അവിടേക്ക് ഒരു മാതാവ് ഓടി വരികയുണ്ടായി. അങ്ങ് കരയുകയാണ്, സംസാരിക്കാൻ കഴിയുന്നതിൽ വിങ്ങിപ്പൊട്ടുകയാണ്. എന്താണ് അമ്മ എന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താണ് പ്രാർത്ഥന വിഷയം? അമ്മയുടെ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളായിരുന്നു, എന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? പ്രാർത്ഥിക്കാൻ വിവിധ കാരണങ്ങളുണ്ടല്ലോ. ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ വാചകം എത്രയോ ശ്രദ്ധേയമാണ്. അമ്മ പറയുകയാണ്, എന്റെ മകൻ രാത്രി വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. അമ്മയേത് അപ്പനേതെന്ന് അവൻ തിരിച്ചറിയുന്നില്ല. ആംഗളമംഗളമാരെ തിരിച്ചറിയാൻ കഴിയാത്ത വല്ലാത്തൊരു കാലമാണ്. എനിക്കൊറ്റ മകനേ ഉള്ളൂ, ഞാൻ ആറ്റുതോറ്റി വളർത്തിയതാണ്, എനിക്കവനെ പേടിയാണ്. രാത്രിയിൽ വന്ന് കിടക്കുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ഉൾക്കൊള്ളാറുള്ളത് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യോദയം ആഗ്രഹിച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. എന്നിട്ട് അമ്മ പറഞ്ഞ അടുത്ത വാചകം ഞങ്ങളെ ഭീതിപ്പെടുത്തി. ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് ഇരുളിനേക്കാൾ രാത്രിയേക്കാൾ പേടിയാണ് എന്റെ മകനെ എന്ന്. അങ്ങനെ എത്ര മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഇനി അല്പം കഴിയുമ്പോൾ ഇവിടെ കൂരിരട്ടി വ്യാപിക്കും. ഇരുളിനേക്കാൾ പേടിയാണ് മകനെ എന്ന് 9 നാഴികയും 9 വിനാഴികയും കൊണ്ട് പെറ്റ ഒരമ്മ പറയണമെങ്കിൽ അമ്മ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ എത്രയാണ് നിങ്ങളറിയണം. ലഹരിയുടെ മായാപിടുത്തം മനുഷ്യനെ വല്ലാണ്ട് ദുഷിച്ച ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഞങ്ങളൊരു സന്ദേശം പറയാ, നിങ്ങൾക്ക് മാറ്റാൻ കഴിയാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ അകപ്പെടുന്നെങ്കിൽ സുവിശേഷത്തിന്റെ സന്ദേശത്തിന് നിങ്ങൾ മാറ്റം വരുത്താൻ കഴിയും. ഞാൻ ഒന്നും കൂടി പറയാ, ഇത് മാറ്റം വരുത്താൻ കഴിയാതെ ജീവിതത്തിൽ നിങ്ങൾ ആകപ്പാടെ എന്തെങ്കിലും പ്രതിസന്ധി അനുഭവിക്കുന്നുവെങ്കിൽ ഒരു ദുരന്തം നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും ഒത്തിരി കാരണങ്ങൾ പറയാനുണ്ട്. ഇന്നലെയായപ്പോൾ വയനാട് ചൂരൽമലയിൽ മുണ്ടക്കയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ഒരാണ്ട് പിന്നിടുകയായിരുന്നു. ഉരുൾപൊട്ടൽ എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ശാസ്ത്രീയ ഗവേഷകർ വിളിച്ചു നിർത്തി പറയും, അതെ രാസപാളികൾ ശീതപാളികളുടെ ഭൗതിക മാറ്റമാണെന്ന്, മൺപാളികളുടെ രാസഭൗതിക മാറ്റങ്ങളാണെന്ന്. എന്നിട്ട് വീണ്ടും പറയും ശക്തമായ വർഷബാധകമാണെന്ന്, ദ്രവീകരണമാണ്, സസ്യലതാദികളുടെ വിവിധ കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് അവർക്ക് പല കാരണം പറയാനുണ്ട് കേട്ടോ. എന്തുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടാകുന്നു? അവർ പറയും ടെക്ടോണിക് ആക്ടിവിറ്റീസും വോൾക്കാനിക് ആക്ടിവിറ്റീസുമാണ്, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, വിവർത്തന പ്രവർത്തനങ്ങളുമാണ്. അതുകൂടാതെ അണക്കെട്ടുകൾ പോലെയുള്ളത് നിർമ്മിക്കുമ്പോൾ ഭൂവൽക്കത്തിലെ ചെറുഭംശരേഖകൾക്കുണ്ടാകുന്ന സ്ഥാനചലനമാണെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് സുനാമി ഉണ്ടാകുന്നു? പറയാറുണ്ട് ഗണ്യമായ ജലത്തിന്റെ സ്ഥാനചലനമാണ്, കടലിന്റെ പ്രക്ഷുബ്ധതയാണ്, ഹിമാലയങ്ങളുടെ പ്രസവമാണ്, ഉൽക്കാശിലകളാണ്, അഗ്നിപർവ്വത സ്ഫോടനമാണ്. ഞാനിതൊക്കെ പറഞ്ഞതിന്റെ കാരണം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിനും ഭൂമി കുലുക്കം ഉണ്ടാകുന്നതിനും സുനാമി ഉണ്ടാകുന്നതിനും ഒക്കെ ഇവിടുത്തെ ശാസ്ത്രീയ ഗവേഷകർക്ക് പല കാരണങ്ങൾ പറയാനുണ്ട്. പക്ഷേ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും, മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ തിന്മകൾക്കും പല കാരണമില്ല. ഞങ്ങൾ ഒറ്റ കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. ആ കാരണത്തിന്റെ പേരാണ് പാപമെന്ന വസ്തുതി. അങ്ങനെയെങ്കിൽ പാപത്തിനൊരു മോചനം ആവശ്യമാണ്. പാപം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ പാപത്തിന്റെ വേട്ടയാടലിൽ എത്ര പേർ ഇല്ലായ്മ പൂണ്ടണിഞ്ഞിട്ടുണ്ട്. പാപത്തിന്റെ വേട്ടയാടലുകളിൽ ഒത്തിരി പേർ ഇവിടെ തകർന്നു തരിപ്പടമായിട്ടുണ്ട്. കുടുംബബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടിട്ടുണ്ട്. തലമുറകൾ ഇവിടെ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം വിവിധ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പാപത്തിന്റെ പരിണിത ഫലമായി അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നു. പാപത്തിന്റെ കടുംതിന്മയിൽ നിന്ന്, പാപത്തിന്റെ കൊടുങ്കുറ്റത്തിന്മയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചൊരു പുണ്യരക്തമുണ്ടെങ്കിൽ കൂവപ്പള്ളി ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, ശ്രീ യേശു ക്രിസ്തുവിന്റെ പുണ്യരക്തമാണ് ഞങ്ങളുടെ പാപത്തിന് മോചനം നൽകിയതെങ്കിൽ. പാപത്തിന്റെ ഭാരക്കെട്ടുമായി, പാപത്തിന്റെ പ്രയാസക്കെട്ടുമായി ആരെങ്കിലും ഈർപ്പുകഞ്ഞ് ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഉത്തരം നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ പുണ്യരക്തത്തിന്, ആ പുണ്യ ചുടുനടത്തിന് തങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട്
കൂവപ്പള്ളിയുടെ കേൾക്കുന്ന ഭാര്യമിത്രങ്ങളെ, ജീവിതത്തിന്റെ ഏത് തകർച്ചയിലും താങ്കളെ ഉദ്ധരിക്കാൻ കഴിയുന്ന കരുത്തുറ്റ സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശമാകിയ. ഞാൻ ഇനി അധികം വാക്കുകൾക്ക് നീട്ടുവാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഉപസംഹരിക്കാൻ പോകുകയാണ്. ജീവിതമാകപ്പാട് തകർന്നുകൊണ്ട് ഒരു രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മതവർഗീയവാദികളും മതമൗലികവാദികളും അവരുടെ രക്തം കട്ടുപിടിച്ച ഘട്ടങ്ങളുമായി ഉറഞ്ഞുള്ളിയപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യമല്ലുണ്ടായത്, സമത്വമല്ലുണ്ടായത്, സാഹോദര്യമല്ലുണ്ടായത്. പിന്നെ പഞ്ചാബിലെ ഖാലിസ്ഥാനും ജമ്മു കാശ്മീരിലെ വിമോചന മുന്നണിയും ആസാമിലെ ബോഡോയും അങ്ങ് ഗൂർഖാലാൻഡ് അടക്കമുള്ള, അങ്ങ് ഗുജറാത്തിലെ വഡോദര അടക്കമുള്ള, കേരളത്തിലെ നിലയ്ക്കൽ മാറാട് പുന്തറ ഒളിവണ്ണടക്കമുള്ള, എന്തിനേറെ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ അടക്കമുള്ള എണ്ണമറ്റ രക്തരൂക്ഷിത വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് വാളാൽ കാണിക്കുന്ന, ആയുധങ്ങൾ കൊണ്ട് കാണിക്കുന്ന ഒരു മാർഗമല്ല വെട്ടി തുറക്കുന്നത്, സ്നേഹത്തിന്റെ മാർഗമാണ്. താങ്കൾ ഞങ്ങളെ എത്ര ദേശത്തോടെ കണ്ടാലും, താങ്കൾ എത്ര വൈരുദ്ധ്യാത്മകമായി ഞങ്ങളെ കണ്ടാലും, താങ്കളുടെ അടുക്കലേക്ക് ഞങ്ങൾക്ക് വന്ന് പറയാനുള്ള ഒരു കരുത്തുറ്റ സന്ദേശം കൂവപ്പള്ളിയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി അജയ്യമായി പ്രഖ്യാപിക്കുകയാണ്. അത് ബാലനും ബിനുവും ബിലാലും ഒരുപോലെ പ്രഖ്യാപിക്കും. മറ്റൊരുത്തരും രക്ഷയില്ല. ഒന്നും കൂടി അരക്കെട്ടുറപ്പിക്കുന്നു, മറ്റൊരുത്തിയിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയും നൽകപ്പെട്ട ഒരൊറ്റ നാമം, അത് സുവിശേഷത്തിന്റെ നാമമാണെന്ന് ഇന്ന് ഈ സായാഹ്ന സന്ധ്യയിൽ ഞങ്ങൾ ഈ കവലയിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾ അതിസന്തോഷവാന്മാരാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ തീരാവേദനയായി, നിരാശയുടെ പാണ്ടക്കെട്ടുമായി നടന്നു നീങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ മാടി വിളിക്കുകയാണ്. താങ്കൾ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നു, ഏതെങ്കിലും രോഗത്താൽ വേദനപ്പെട്ടുകൊണ്ട് ഞാൻ എന്തിന് ജീവിക്കുന്നു? കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചില്ലേ, ഒരു വിഭജിക്കുകയും അതുല്യടക്കമുള്ള സഹോദരിമാര് വൈദേശിക രാജ്യത്ത് ചെന്നിട്ട് അവർ അവിടെ ആത്മഹത്യയുണ്ടായി. പലരുടെയും ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് ഈ ലോകം അടുത്തെന്നാണ്. ചിലർ പറയുകയാണ് എന്നെ കൊണ്ട് പോകൂ എന്ന് പറയുന്നത്. ചില രോഗങ്ങളുടെ വേദന മൂർജിച്ചപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, ഒരല്പ വേദന സഹിക്കാൻ കഴിയാതെ ഒരു പിടി കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്ന പലരുമുണ്ടെങ്കിൽ കൂവപ്പള്ളിയിൽ എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ, ജീവിതത്തിന്റെ ഏതെങ്കിലും വേദനകളുടെ മുമ്പിൽ ഒരു പിടി കയറിൽ അവസാനിക്കേണ്ടതല്ല, ഏതെങ്കിലും ഒരു കയത്തിൽ ചാടി അവസാനിക്കേണ്ടതല്ല, ചീറിപ്പാഞ്ഞു വരുന്ന റെയിൽവേ ട്രാക്കിൽ തലവെച്ചു കൊടുത്ത് അവസാനിക്കേണ്ടതല്ല, കെട്ടിടത്തിന്റെ മുകളിൽ എടുത്തു ചാടി അവസാനിക്കേണ്ടതല്ല. താങ്കളുടെ ജീവിതം ഒരു അർത്ഥവത്തായ ജീവിതമാണ്. താങ്കളുടെ ജന്മം ഒരു പുണ്യജന്മമാണ്. താങ്കളുടെ ജീവിതത്തെ യേശുവിന് ആവശ്യമുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കൾ പറയുന്നുണ്ടായിരിക്കുക, നിന്നെ കൊണ്ട് എന്താ ആവശ്യം? ഞാൻ എന്റെ നാട് ഏനാത്താണ്, കൊട്ടാരക്കരയ്ക്കും അടൂരിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. എന്റെ നാട്ടിൽ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു, എഴുതി വെച്ചിരിക്കുന്നു. അമ്മ പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ടെന്ന്, നിന്നെ കൊണ്ട് ഇനി എന്ത് ഗുണമെന്നു പറഞ്ഞു. ഇത് കേട്ട മാത്രം രാത്രിയിൽ അവൻ ഒരു കയറിൽ ഭാരം തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു. ശ്രോതാക്കളെ, ലോകത്തിൽ ആർക്കും നിന്നെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളിയവനായിരിക്കുക. നിന്റെ വൈകല്യങ്ങൾ നിമിത്തം, നിന്റെ വേദന നിമിത്തം, നിന്റെ ശാരീരിക വ്യവസ്ഥകൾ നിമിത്തം ആരെങ്കിലും എഴുതി തള്ളിയെങ്കിൽ, എല്ലാവരും എഴുതി തള്ളിയാലും പെറ്റ അമ്മ ഉപേക്ഷിച്ചാലും മാർവോട് ചേർക്കുന്ന ഒരു കരുത്തുറ്റ നായകനെ ഞങ്ങൾ കൂവപ്പള്ളിയിൽ ഉയർത്തുന്നു. ആ നായകന്റെ പേരാണ് ശ്രീയേശു ക്രിസ്തു. ആരാലും വേണ്ടാത്ത ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച്, എല്ലാവരാലും തള്ളിക്കളഞ്ഞ് ഒറ്റപ്പെടുത്തിയ ഞങ്ങളുടെ ജീവിതത്തെ കരുത്തു പകരുന്ന ഒരു സന്ദേശമാണ് സുവിശേഷമെങ്കിൽ, ശ്രോതാക്കളെ, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, താങ്കൾ വ്യത്യസ്തനായിരിക്കുക. മനുഷ്യൻ വ്യത്യസ്തനാണ്. പണം കൊണ്ട്, പദവി കൊണ്ട്, പിറവി കൊണ്ട്, പരിലാളന കൊണ്ട്, പരിഷ്കാരം കൊണ്ട്, പകിട്ടുകൊണ്ട്, പാരമ്യം കൊണ്ട്, ഉത്ഭവം കൊണ്ട്, ഉയർച്ച കൊണ്ട്, ഉന്നതി കൊണ്ടും, ഉപയോഗം കൊണ്ടും, ഉത്തമത കൊണ്ടും, ബുദ്ധിഷ്ഠത കൊണ്ടും, ഉത്തേജകത്വം കൊണ്ടും താങ്കൾ വ്യത്യസ്തനായിരിക്കുക. വ്യത്യസ്തനായി താങ്കളെ ചേർത്ത് പിടിക്കുന്ന കരുത്തുറ്റ സന്ദേശമാണ് സുവിശേഷമെങ്കിൽ, താങ്കളുടെ ജാതി, മത, വർഗ, വർണ്ണ, നിറ, കുല വ്യത്യാസമില്ലാതെ താങ്കളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആനയിക്കുമ്പോൾ ഒരു പിടി പണം മുടക്കണ്ട കേട്ടോ, ഒരു വസ്തുവകകളും മുമ്പിൽ കൊണ്ട് പ്രളമിക്കണ്ട വെക്കണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഒരു അർപ്പണതർപ്പണ യാഗയോഗ ജ്ഞാന പലിശ കുടിശ്ശിക തരിശിക മഹാത്മ്യങ്ങൾ ഒന്നും ചോദിക്കാതെ താങ്കളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ സൗജന്യമായ രക്ഷാപദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഇവിടെ പലതരം ഡിസ്കൗണ്ട് ഇട്ടേക്ക്, പക്ഷെ സൗജന്യമായ രക്ഷണ്യ പദ്ധതി സുവിശേഷമാകിയ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ, ക്രൂശിനെ പറ്റി അറിയാത്തവരല്ല, ക്രൂശിനെ സ്നേഹിക്കുന്നവരാണ്. ക്രിസ്തുവില്ലാത്ത ക്രൂശും ക്രൂശില്ലാത്ത ക്രിസ്തുവും വൃത്തമാണെങ്കിൽ